ദുരന്തത്തിന്റെ ഞെട്ടലിൽ നിന്ന് മിന താഴ്വര ഇനിയും മോചിതമായിട്ടില്ല. നിരവധി ആളുകളെ ജിദ്ദ തായിഫ് ആശുപത്രിയിലേക്ക് മാറ്റി. വളണ്ടിയർമാർ സേവനത്തിന് നിരവധി മലയാളി സന്നദ്ധ സേവകരും രംഗത്ത്. 20ഓളം മലയാളികളെ ഇനിയും കണ്ടെത്താനായില്ല. ടി ജമാലുദ്ദീന്റെ ടെലി റിപ്പോർട്ട്. 20ഓളം മലയാളികളെ ഇന്നലത്തെ അപകടത്തിൽ കാണാതായിരിക്കുന്നു എന്ന വിവരമാണ് നമുക്ക് നൽകാനുള്ളത്. കോട്ടയം, മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് സ്വദേശികളെയാണ് കാണാതായിരിക്കുന്നത്. കോട്ടയം സ്വദേശികളായ സജീബ് ഉസ്മാൻ, ഭാര്യ സിനി, കോഴിക്കോട് സ്വദേശി മുനീർ, ഭാര്യ ഷഹബാസ്, പട്ടാമ്പി സ്വദേശി അബൂബക്കർ, ഭാര്യ ഹൈറുനിസ, മലപ്പുറം സ്വദേശി ഷമീർ ചെക്കിട്ടുപുറം തുടങ്ങിയവരെയാണ് കാണാതായിരിക്കുന്നത്. കാണാതായവരിൽ പലരും ആഭ്യന്തര യാത്രക്കാരാണ്. റിയാദ്, ജിദ്ദ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമായി നടക്കുന്നുണ്ട്. സുരക്ഷാ ഉദ്യോഗസ്ഥരും ഹജ്ജ് വളണ്ടിയർമാരും ഇതിനായുള്ള ശ്രമങ്ങളിലാണ്. ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ട് അനുസരിച്ച് 717 പേരാണ് ഇന്നലത്തെ ദുരന്തത്തിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ 17 ഇന്ത്യക്കാരുണ്ട്, 2 മലയാളികളുണ്ട്. മലപ്പുറം ചേലാമ്പ്ര, ചക്കുംവളവ്, ആശാരിപ്പടി അബ്ദുൾ റഹ്മാൻ, പാലക്കാട് പുതുക്കോട് മൈതാഗർ വീട്ടിൽ മൊയ്തീൻ അബ്ദുൾ ഖാദർ എന്നിവരാണ് മരിച്ച മലയാളികൾ. അതേസമയം മിന ദുരന്തത്തിൽ സൗദി അറേബ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാൻ മുന്നോട്ട് വന്നു. മിന ദുരന്തത്തിന്റെ ഉത്തരവാദിത്തം സൗദി അറേബ്യ ഏറ്റെടുക്കണമെന്ന് ഇറാൻ സുപ്രീം ലീഡർ ആയത്തുള്ള അൽ ഖമേനി ഇന്ന് അറിയിച്ചു. ഇന്നലെയുണ്ടായ അപകടത്തിൽ ഇറാനിൽ നിന്നുള്ള 90 ഹജ്ജ് തീർത്ഥാടകരാണ് മരിച്ചിരുന്നത്. അതിനിടെ ഇനി 2 ദിവസം കൂടിയാണ് ഹജ്ജ് കർമ്മത്തിനുള്ളത്. ഹാജിമാർ ഇന്ന് 3 ജംറകളിൽ കല്ലെറിഞ്ഞു. ആഭ്യന്തര ഹാജിമാർ നാളെ മിനയോട് വിട പറയും. ഹാജിമാരുടെ ആദ്യ മടക്കയാത്ര 28-ന് ജിദ്ദയിൽ നിന്ന് ഡൽഹിക്കാണ്. അബ്ദുറഹ്മാൻ വണ്ടൂരിന്റെ റിപ്പോർട്ട്. ദുരന്തത്തിന്റെ നിഴലിൽ ദുഃഖം തളം കെട്ടിയ അന്തരീക്ഷത്തിൽ മിന താഴ്വര മാറി. ഹജ്ജിന്റെ കർമ്മങ്ങൾ അവസാനിക്കാൻ ഇനി കേവലം ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഹാജിമാർ നോവുന്ന മനസ്സുമായി ഇന്ന് 3 ജംറകളിലെയും കല്ലെറിയൽ കടമ പൂർത്തിയാക്കി. ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ എന്നീ ക്രമത്തിലാണ് കല്ലെറിയേണ്ടത്. 3 മണിക്കൂറിൽ 3 ലക്ഷം പേർക്ക് സുഗമമായി കല്ലേറ് നടത്താനുതകുന്ന 5 നിലകളുള്ള ജംറ പാലത്തിലൂടെയാണ് ഹാജിമാർ കല്ലേറ് നടത്തിയത്. പോയ വർഷങ്ങളിൽ സുഗമമായി നടന്നിരുന്ന ഹജ്ജ് ഇപ്രാവശ്യം മീന ദുരന്തം മൂലം മാറ്റി കുറഞ്ഞു. നാളത്തെ കല്ലേറ് ചടങ്ങോടെ ആഭ്യന്തര ഹാജിമാരും ഗൾഫ് മേഖലയിൽ നിന്ന് ഉള്ള ഹാജിമാരും മീന താഴ്വരയോട് വിട പറയും. എന്നാൽ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ ഹാജിമാർ ഞായറാഴ്ചത്തെ കല്ലേറ് കൂടി പൂർത്തിയാക്കിയിട്ട് മീനായിൽ നിന്ന് മടങ്ങുകയുള്ളൂ. നാളെ മീനായിൽ നിന്ന് മടങ്ങുന്നവർ ഞായറാഴ്ചത്തെ കല്ലേറ് കൂടി ചേർത്ത് എറിയണം. കല്ലേറിന് ശേഷം മക്കയിൽ പോയി വിടവാങ്ങൽ തവാഫ് ചെയ്തതിനു ശേഷമേ നാട്ടിലേക്ക് മടങ്ങൂ. മദീന സന്ദർശനം നടത്താത്ത ഹാജിമാർ അതുകൂടി കഴിഞ്ഞ് ഒരാഴ്ചക്ക് ശേഷമാണ് നാട്ടിലേക്ക് മടങ്ങുക. കേരളത്തിൽ നിന്ന് എത്തിയ എല്ലാ ഹാജിമാരും ജിദ്ദയിൽ ഇറങ്ങിയതിനാൽ അവർ ഇനി മദീന കൂടി സന്ദർശിച്ചിട്ട് നാട്ടിലേക്ക് മടങ്ങുകയുള്ളൂ. നേരത്തെ തന്നെ മദീനയിൽ ഹജ്ജിനെത്തിയ കേരളത്തിൽ നിന്ന് പുറത്തുള്ള ഹാജിമാർ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തിരിച്ചു പോകും. സെപ്റ്റംബർ 28-ന് ജിദ്ദയിൽ നിന്നും 342 ഹാജിമാരെയും വഹിച്ച് ഡൽഹിക്ക് തിരിക്കുന്ന എയർ ഇന്ത്യയാണ് ആദ്യ മടക്കയാത്ര തുടങ്ങുന്നത്. 1,36,020 ഹാജിമാരാണ് ഇപ്രാവശ്യം ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തിയിട്ടുള്ളത്. ബഹ്റിനിൽ നാളെ നടക്കുന്ന കൈരളി TV പട്രുമാൽ ഖൽബിലെ പാട്ടുകൾ മെഗാ ഷോയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മമ്മൂട്ടിയുടെ നേതൃത്വത്തിൽ ചലച്ചിത്ര രംഗത്തെയും സംഗീത രംഗത്തെയും പ്രഗത്ഭർ പങ്കെടുക്കും. മെഗാ ഷോകളുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം സൃഷ്ടിച്ച് കൈരളി TV ഒരുക്കുന്ന പട്രുമാൽ ഖൽബിലെ പാട്ടുകൾ സെപ്റ്റംബർ 26-ന് ബഹ്റൈനിൽ നടക്കും. ഇതാദ്യമായാണ് ഇത്രയും ബൃഹത്തായ ഒരു മെഗാ ഷോക്ക് ബഹ്റൈൻ വേദിയാകുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന്റെ അഭിമാന താരവും മലയാളത്തിന്റെ മഹാനടനുമായ മമ്മൂട്ടിയുടെ സാന്നിധ്യം മെഗാ ഷോയെ വേറിട്ടതാക്കും. ചലച്ചിത്ര രംഗത്തെയും സംഗീത രംഗത്തെയും നിരവധി പ്രഗത്ഭർ മമ്മൂട്ടിക്കൊപ്പം പട്രുമാൽ ഖൽബിലെ പാട്ടുകളുടെ വേദിയെ സമ്പന്നമാക്കും. ഈസാ ടൗണിലെ ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടാണ് മെഗാ ഷോക്ക് വേദിയാകുന്നത്. നൃത്തവും സംഗീതവും ഹാസ്യവും ഒക്കെ ഒന്നിക്കുന്ന ഒരു കലാസന്ധ്യയാണ് കൈരളി TV ബഹ്റൈനിൽ ഒരുക്കുന്നത്. ആധുനികമായ ലൈറ്റിംഗ് സംവിധാനവും ശബ്ദവിന്യാസവും മെഗാ ഷോയുടെ മികവ് വർദ്ധിപ്പിക്കും. പട്രുമാൽ ഖൽബിലെ പാട്ടുകൾക്കുള്ള ഒരുക്കങ്ങൾ ബഹ്റൈനിൽ പൂർത്തിയായി കഴിഞ്ഞു. ബഹ്റൈനിലെ ഇന്ത്യൻ സമൂഹം ഏറെ പ്രതീക്ഷയോടെയാണ് കൈരളി TV മെഗാ ഷോയെ കാത്തിരിക്കുന്നത്. വ്യത്യസ്തമായ ഒട്ടേറെ കലാപരിപാടികളും വേദിയിൽ അരങ്ങേറും. ഷംന കാസിമിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ലക്ഷ്യ സ്കൂൾ ഓഫ് ഡാൻസിലെ കലാകാരികൾ വേദിയിൽ നടന വിസ്മയമൊരുക്കും. നടൻ സിദ്ദിഖ്, കൈരളി TV മാനേജിംഗ് ഡയറക്ടർ ജോൺ ബ്രിട്ടാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഗൾഫിലെ ഇന്ത്യക്കാരനായ ഏറ്റവും വലിയ തൊഴിൽദാതാവായ ഡോക്ടർ രവി പിള്ളയെ കൈരളി TV ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് നൽകി ആദരിക്കും. മലയാളം കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ് ചെയർമാൻ മമ്മൂട്ടി രവി പിള്ളയ്ക്ക് പുരസ്കാരം സമ്മാനിക്കും.
ITL ചെയർമാൻ സിദ്ദീഖ് അഹമ്മദ് ചടങ്ങിൽ ജീവകാരുണ്യ പദ്ധതിയായ കെയർ ആൻഡ് ഷെയറിലേക്കുള്ള തന്റെ വിഹിതം മമ്മൂട്ടിയെ ഏൽപ്പിക്കും. സെപ്റ്റംബർ 26 വൈകിട്ട് 7 മണിക്കാണ് പട്ടുർമാൽ കൽഭിലെ പാട്ടുകൾ മെഗാ ഷോ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ബഹ്റൈൻ. പട്ടുർമാൽ കൽബിലെ പാട്ടുകൾ മെഗാ ഷോയിൽ പങ്കെടുക്കാൻ എത്തിയ താരങ്ങൾക്ക് ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഉജ്ജ്വല സ്വീകരണം ലഭിച്ചു. മലയാള ചലച്ചിത്ര രംഗത്തെയും സംഗീത രംഗത്തെയും ഹാസ്യരംഗത്തെയും പ്രഗത്ഭരാണ് ബഹ്റൈനിലെത്തിയത്. ഷോയുടെ അണിയറ പ്രവർത്തകരും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. 2 കിഡ്നികളും തകരാറിലായ മലയാളി ഷാർജയിൽ ദുരിതത്തിൽ കഴിയുന്നു. തൃശൂർ സ്വദേശി രാജേഷാണ് ചികിത്സയ്ക്കും ആഹാരത്തിനും വകയില്ലാതെ ദുരിതത്തിൽ കഴിയുന്നത്. കഴിഞ്ഞ 19 വർഷമായി UAE കഴിയുന്ന തൃശൂർ മിണാലൂർ സ്വദേശി രാജേഷ് നല്ല നിലയിലായിരുന്നു ജീവിച്ചു പോന്നിരുന്നത്. എന്നാൽ ഒരു ദിവസം എല്ലാം താളം തെറ്റി. 2011 വൃക്കരോഗം ഗുരുതരമായി ബാധിച്ചത് രാജേഷ് തിരിച്ചറിഞ്ഞത്. പിന്നീട് അങ്ങോട്ട് രാജേഷിന് ദുരിതത്തിന്റെ നാളുകളായിരുന്നു. 2012 ഭാര്യ രേഖയുടെ വൃക്ക രാജേഷിന് മാറ്റിവെച്ചു. എന്നാൽ 2 വർഷം മാത്രമേ ഇത് നിലനിന്നുള്ളൂ. ഇതിനിടയിൽ കടുത്ത ന്യൂമോണിയ ബാധിച്ചു. കാലിന്റെ 2 വിരലുകൾ നീക്കം ചെയ്യേണ്ടിയും വന്നു. ഭീമമായ ചികിത്സാ ചെലവിനായി അതുവരെയുള്ള സമ്പാദ്യം മുഴുവൻ രാജേഷ് ചെലവഴിച്ചു. ആകെയുണ്ടായിരുന്ന വീട് വിറ്റു. ബന്ധുക്കളുടെ സ്വത്തുവകകൾ പോലും പണയപ്പെടുത്തിയായിരുന്നു പിന്നീടുള്ള ചികിത്സ. ഇപ്പോൾ തീർത്തും പാപ്പരാണ് ഈ കുടുംബം. ചികിത്സയ്ക്ക് പോയിട്ട് ആഹാരത്തിന് പോലും വകയില്ല ഇവർക്ക്. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചെയ്യേണ്ട ഡയാലിസിസ് പലവട്ടം മുടങ്ങി. ഡയാലിസിസ് മുടങ്ങിയത് മൂലം കാലുകൾ നീര് വന്നു വീർത്തു. ഇപ്പോൾ സാമ്പത്തികമായിട്ട് തീർച്ചയായിട്ടും വളരെയേറെ ബുദ്ധിമുട്ടിലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയാലിസിസാണ്, അതിനാണ് ഏറ്റവും വലിയൊരു കാരണം. പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിൽ പോകാൻ പറ്റാത്തൊരവസ്ഥ എന്ന് വെച്ചാൽ ഈ കുടുംബക്കാരുടെ വീടൊക്കെ എടുത്ത് പണയം വെച്ചിട്ട് അത് ജിപ്തിയിൽ വരെ നിൽക്കുക. എനിക്ക് എൻ്റെ വീടുണ്ടായിരുന്നു, അത് ഞാൻ ഓപ്പറേഷൻ്റെ സമയത്ത് വിറ്റിരുന്നു. പക്ഷേ അവിടെ ഈ ഒരു പ്രോബ്ലം കാരണം നാട്ടിലേക്ക് പെട്ടെന്ന് എടുത്ത് ചാടിയിട്ട് നമുക്ക് പോകാൻ പറ്റും. ട്രാൻസ്പ്ലാന്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോയി ചെയ്തിട്ട് വന്നിട്ടാണെങ്കിലും എന്തെങ്കിലും ചെയ്യാം. എല്ലാം ദൈവകാരുണ്യം, എല്ലാം പ്രതീക്ഷിച്ചിരിക്കണം. ഷാർജ കുവൈത്ത് റൗണ്ടോബിട്ടിനടുത്ത ഒരു ഒറ്റമുറിയിൽ ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് ജീവിതം നിലനിർത്തുകയാണ് ഈ കുടുംബം ഇപ്പോൾ. രാജേഷിന്റെ ദുരിതമറിഞ്ഞ സാമൂഹ്യ പ്രവർത്തകർ രാജേഷിനെ സഹായിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. സുമനസ്സുകളായ പ്രേക്ഷകർ സഹായിച്ചാൽ രാജേഷിന്റെ ദുരിതത്തിന് ഒരൽപ്പം ആശ്വാസം പകരാനാകും. രാജേഷിനെ സഹായിക്കാൻ കഴിയുന്നവർ 05098436550 എന്ന നമ്പറിൽ രാജേഷിനെയോ 0566186811 എന്ന നമ്പറിൽ സാമൂഹ്യ പ്രവർത്തകനായ നൗഫലിനെയോ ബന്ധപ്പെടണം. അപേക്ഷയാണ് എങ്ങനെയെങ്കിലും നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായിക്കുക. ട്രാൻസ്പ്ലാന്റിന് ഈ പറഞ്ഞ പോലെ എല്ലാവരും സഹായിച്ചാൽ ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. അതല്ലെങ്കിൽ ഡയാലിസിസിന് ചെറിയ രീതിയിൽ എന്ത് സഹായം കിട്ടുകയെന്ന് വെച്ചാൽ. ഷാർജയിൽ നിന്ന് ടി ജമാലുദ്ദീൻ. ഇടതുപക്ഷമാണ് പ്രതീക്ഷയെന്ന് കൂടുതൽ ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് MP രാജേഷ് MP. ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന സമരങ്ങളാണ് ഇതിന് കാരണമെന്നും രാജേഷ് വ്യക്തമാക്കി. ഇടതുപക്ഷം മുന്നോട്ട് കൊണ്ടുവന്ന സമരങ്ങളാണ് UDFനെതിരെ ചിന്തിക്കുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് DYFI അഖിലേന്ത്യാ പ്രസിഡന്റ് MP രാജേഷ് MP പറഞ്ഞു. മൂന്നാറിൽ CPIM നേതാക്കളെ മാത്രമാണ് സമരം ചെയ്യുന്ന തൊഴിലാളികൾ സ്വീകരിച്ചത്. എന്നാലും തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയാതെ പോയ പോരായ്മ തിരുത്തണമെന്നും MP രാജേഷ് പറഞ്ഞു. നവോദയ സാംസ്കാരിക വേദി സൗദി കിഴക്കൻ പ്രവിശ്യ കമ്മിറ്റിയുടെ മെറിറ്റ് അവാർഡ് സ്കോളർഷിപ്പ് വിതരണം മതേതര സംഗമം പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായി ദമാമിലെത്തിയതായിരുന്നു MP രാജേഷ്. വർദ്ധിച്ചുവരുന്ന ജാതി മത സങ്കുചിത ചിന്തകൾക്കെതിരായി മതനിരപേക്ഷ ബദൽ ശക്തിപ്പെടുത്തേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണെന്നും MP രാജേഷ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ നവോദയ രക്ഷാധികാരി ആസാദ് തരൂർ, ജോർജ് വർഗീസ്, സിദ്ദിഖ് കല്ലായി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ദമാം. യൂണികെയർ മെഡിക്കൽ സെന്റർ ശാഖ മുഹൈസ്ന മദീന മാളിൽ പ്രവർത്തനം ആരംഭിച്ചു. ചലച്ചിത്ര നടൻ മോഹൻലാൽ ഉദ്ഘാടനം ചെയ്തു. യൂണികെയർ MD രാജ്കുമാർ സന്നിഹിതനായിരുന്നു. മോഹൻലാൽ അസോസിയേഷന്റെ വകയായി ലാൽ കെയർ എന്ന പേരിൽ നൽകാറുള്ള ചികിത്സാ സഹായവും ചടങ്ങിൽ കൈമാറി. 3 വർഷത്തിനുള്ളിൽ യൂണികെയറിന്റെ 7 പുതിയ ശാഖകൾ കൂടി UAEയിൽ ആരംഭിക്കുമെന്ന് ഡോക്ടർ രാജ്കുമാർ അറിയിച്ചു. ബലിപെരുന്നാൾ ദിനത്തിൽ മിനയിൽ 700ഓളം പേരുടെ മരണത്തിന് കാരണമായ ദുരന്തത്തിൽ ജിദ്ദ നവോദയ കേന്ദ്ര കമ്മിറ്റി അഗാധ ദുഃഖം രേഖപ്പെടുത്തി. ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറവുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന നവോദയ പ്രവർത്തകർ മിനയിലെ അപകട സ്ഥലത്തും ആശുപത്രികളിലും സുരക്ഷാ പ്രവർത്തകരോടൊപ്പം രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു. മാർപ്പാപ്പ നാളെ ഫിലാഡൽഫിയിലെത്തും. സന്ദർശനത്തിന്റെ ഭാഗമായുള്ള ഒരുക്കങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഫിലാഡൽഫിയിൽ നിന്നും റവറന്റ്
ഡോക്ടർ മാത്യു മണ്ണക്കാട്ട് നൽകും. അമേരിക്കൻ ഐക്യനാടുകളുടെ ജന്മസ്ഥലമെന്ന് അറിയപ്പെടുന്നത് ഫിലാഡൽഫിയയാണ്. ഈ ഫിലാഡൽഫിയയിൽ വെച്ചാണ് 1776 ജൂലൈ മാസത്തിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത്. ഫിലാഡൽഫിയ നഗരം പാവങ്ങളുടെ പാപ്പ എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് പാപ്പയെ സ്വീകരിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. അദ്ദേഹം ഇവിടെ എത്തുന്നത് ദ വേൾഡ് മീറ്റിംഗ് ഓഫ് ഫാമിലീസ്, അതിൻ്റെ 8ാമത്തെ സമ്മേളന വേദിയിലേക്കാണ്. 1994 ജോൺ പോൾ II മാർപ്പാപ്പയുടെ ആശയപ്രകാരം ആരംഭിച്ച വേൾഡ് മീറ്റിംഗ് ഓഫ് ഫാമിലീസ് റോമിലാണ് ആദ്യത്തേത് നടന്നത്. ഇത് 8ാമത്തെ സമ്മേളനമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് 1864 പൂർത്തിയായ ഫിലാഡൽഫിയ ആർച്ച് ഡയസിസിലെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ മുമ്പിലാണ്. മാർപ്പാപ്പ വന്ന ശേഷം 26-ാം തീയതി രാവിലെ 10:30 ആദ്യത്തെ പരിപാടി നടക്കുന്നത് ഈ ബസിലിക്ക അകത്താണ്. ആർച്ച് ഡയസിലുള്ള എല്ലാ വൈദികരോടും ചേർന്ന് മെത്രാന്മാരോടും ചേർന്ന് അദ്ദേഹം ഇവിടെ ബലിയർപ്പിക്കുന്നു. അതേ തുടർന്ന് 4 മണിക്ക് ഇൻഡിപെൻഡൻസ് ഹാൾ എന്ന് പറയുന്നത് ജോർജ് വാഷിങ്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെച്ച US സ്റ്റേറ്റ് പിറന്ന ഹാളാണ്. തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനം പുതുക്കി നിശ്ചയിക്കുന്നതിനുള്ള PLC യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരും. മൂന്നാർ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറെ നിർണായകമാണ് യോഗം. 500 രൂപ ദിവസവേതനമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ട്രേഡ് യൂണിയനുകൾ. എന്നാൽ നേരിയ വർധനവ് മാത്രമേ അനുവദിക്കാനാകൂ എന്നാണ് തോട്ടമുടമകളുടെ നിലപാട്. പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ തോട്ടങ്ങൾ ലോക്കൌട്ട് പ്രഖ്യാപിച്ചേക്കും. സർക്കാർ പ്രതിനിധികളും തോട്ടമുടമകളും അംഗീകൃത ട്രേഡ് യൂണിയൻ പ്രതിനിധികളും ഉൾപ്പെടുന്ന PLC 3 വർഷത്തിലൊരിക്കൽ ചേർന്ന് വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാണ് ചട്ടം. 2014 കൂടേണ്ടിയിരുന്ന PLC 1.5 വർഷം വൈകിയാണ് ഇപ്പോൾ ചേരുന്നത്. നിർണായകമായ യോഗത്തിൽ 500 രൂപ പ്രതിദിന വേതനമെന്ന ആവശ്യത്തിൽ ട്രേഡ് യൂണിയനുകൾ ഉറച്ചു നിൽക്കും. എന്നാൽ തോട്ടമുടമകൾ ഇക്കാര്യത്തിൽ കർശന നിലപാടിലാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്ലാന്റേഷൻ ഉടമകളുടെ യോഗം ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടാണ് സ്വീകരിച്ചത്. തൊഴിലാളികൾ ആവശ്യത്തിൽ ഉറച്ചു നിന്നാൽ തോട്ടങ്ങൾ അടച്ചുപൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കർശന നടപടികളിലേക്ക് ഉടമകൾ നീങ്ങും. അസോസിയേഷൻ ഓഫ് പ്ലാന്റേഷൻസ് കേരള ചെയർമാൻ C. വിനയരാഘവൻ 13-14% ഇൻക്രീസ് ആണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനെക്കാട്ടിലും എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ നോക്കും. പക്ഷേ 200-100% വർധനം പറഞ്ഞാൽ ഇറ്റ് ഇസ് ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിൽ യാതൊരു സംശയമില്ല. തേയില, റബ്ബർ, കാപ്പി, ഏലം തോട്ടങ്ങളിലെ തൊഴിലാളികളുടെ ദിവസവേതനമാണ് PLCയിൽ നിശ്ചയിക്കുക. ഒപ്പം കുട, കമ്പിളി, യാത്രാഭത്ത തുടങ്ങിയ മറ്റ് ആനുകൂല്യങ്ങളും തീരുമാനിക്കണം. അംഗീകാരമില്ലാത്ത തൊഴിലാളി സംഘടനകളുടെ പ്രതിനിധികൾക്ക് PLCയിൽ പങ്കെടുക്കാനാവില്ല. ഈ സാഹചര്യത്തിൽ മൂന്നാറിലെ സമര നേതാക്കൾക്ക് PLCയിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നാളത്തെ PLC യോഗത്തെ ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നതായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. തൊഴിലാളികളുടെ വേതന വ്യവസായത്തിന് താങ്ങാൻ കഴിയുന്നതാകണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ബോണസിൽ കുറവ് വന്നപ്പോഴുണ്ടായ പൊട്ടിത്തെറിയാണ് മൂന്നാർ സമരമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഭീമ ജ്വല്ലറിയുടെ UAEയിലെ 2ാമത്തെ ഷോറൂം ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഷോറൂമിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര താരം ദുൽഖർ സൽമാനും സുലേഖ ഹോസ്പിറ്റൽസ് MD ഡോക്ടർ സുലേഖ ദാവൂദും ചേർന്ന് നിർവഹിച്ചു. ഷാർജ ബുത്തീനയിലുള്ള നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലാണ് ഷോറൂം പ്രവർത്തിക്കുന്നത്. നെഞ്ചുവേദനയുണ്ടാകുന്നവർ ആശുപത്രിയിലെത്താൻ അഭിമുഖീകരിക്കുന്ന വിവിധ പ്രശ്നങ്ങളെപ്പറ്റി ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി കേരള ഘടകം നടത്തിയ പഠനം പ്രസിദ്ധീകരിച്ചു. കേരളത്തിലെ വിവിധ ആശുപത്രികൾ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് ഇന്ത്യൻ കോളേജ് ഓഫ് കാർഡിയോളജി മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോർജ് തയ്യിൽ അറിയിച്ചു. കേരളത്തിലെ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് അടിയന്തരമായി ഉണ്ടാകേണ്ട മാറ്റങ്ങളെക്കുറിച്ചും നെഞ്ചുവേദനയുണ്ടായ സ്ഥലം, ആശുപത്രിയിലെത്തിച്ച സഹായികൾ, ചികിത്സ ലഭിച്ച സമയ ദൈർഘ്യം എന്നിവയെക്കുറിച്ച് നടത്തിയ പഠന വിവരങ്ങളും റിപ്പോർട്ടിൽ ഉണ്ട്.